നമസ്കാരം. കോൺഗ്രസ്, പ്രത്യേകിച്ച് വ്യാജഗാന്ധി കുടുംബം ഏതാണ്ട് മുഴുവനായി ഇരട്ടത്താപ്പുകാരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആർക്കെങ്കിലും അതിന് തർക്കം, എന്തെങ്കിലും ഒരു എതിർവാദം മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇത് പറയുന്നത് നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകളുടെ അല്ലെങ്കിൽ പാളിച്ചകളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമരാഭാസങ്ങളിലേക്ക് കോൺഗ്രസ് എടുത്തു ചാടി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ആവശ്യവുമായി രാഹുൽ ഗാന്ധി താനൊരു വലിയ പോരാളിയാണ് എന്നുള്ള ഭാവത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ 153 ചോദ്യപേപ്പർ ചോർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംഖ്യ വായുവിൽ നിന്നെടുത്ത് പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു ഇരട്ടത്താപ്പുകാരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണമായി മാത്രമേ ഇതിന് പ്രേക്ഷകർ കണ്ടാൽ മതി. അല്ലെങ്കിൽ അവസാനത്തെ അല്ലെങ്കിൽ പെട്ടെന്ന് കോൺഗ്രസ്സിന് ഇതിനു മുൻപില്ലാതൊരു സ്വഭാവ വിശേഷമാണ് ഇതെന്ന് ധരിച്ചു കളയരുത്. അല്ല, ഇരട്ടത്താപ്പെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ എത്ര റഫേൽ വീണു എന്ന് പാകിസ്ഥാന് സഹായകരമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ച രാഹുൽ ഗാന്ധി മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ ഇരുട്ട് വിളക്ക് പാർട്ടി നടത്തുകയായിരുന്നു. രാജ്യത്തെ ഗാൽവാനിൽ നടന്ന ചൈനയുമായിട്ടുള്ള സംഘർഷത്തിൽ നമ്മുടെ വീരസൈനികർക്ക് വീരമൃത്യു വരിച്ചപ്പോൾ അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയ വ്യാജഗാന്ധി കുടുംബങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ധീരതയ്ക്ക് മേൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ ചൈനയ്ക്ക് നമ്മൾ ഭൂമി വിട്ടുകൊടുക്കേണ്ടി വന്നു എന്ന് ജനറൽ നരവനയുടെ ഇറങ്ങാത്ത പുസ്തകത്തിൻ്റെ വ്യാജ പതിപ്പ് ഉയർത്തിപ്പിടിച്ച് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ മാതാവ് സോണിയാഗാന്ധിയും എല്ലാം അടിസ്ഥാനപരമായിട്ട് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുത്വ ഭീകരവാദം എന്നൊരു ആഖ്യാനമുണ്ടാക്കി മുന്നോട്ട് വയ്ക്കുവാനാണ് ശ്രമിച്ചത്. പാകിസ്ഥാനെ ശിക്ഷിക്കുന്നതിന് പകരം അവരുടെ കുടുംബത്തിൻ്റെ ചരിത്രം പിന്നോക്കം പോയാൽ അക്സായ് ചിൻ മുതലുള്ള ഭൂമി പ്രദേശങ്ങൾ, തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ വെറുതെ ചൈനയ്ക്ക് വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങൾ, ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ നെഹ്റു കാണിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ജയിക്കാവുന്ന പാക് അധിനിവേശ കാശ്മീർ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാവുന്നൊരവസരം ബംഗ്ലാദേശ് വിഭജന കാലത്ത് ഇന്ദിരാഗാന്ധി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി അടച്ച മുറിയിലെ ചർച്ചകൾക്ക് ശേഷം നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ട്. ഒന്നും നേടാതെ 54 ഭാരതത്തിൻ്റെ വീരസൈനികരുടെ ജീവനും അപകടത്തിലാക്കിയിട്ടുണ്ടവർ. 93,000 പാകിസ്ഥാൻ സൈനികർ നമ്മുടെ തടവിലുണ്ടായിരുന്നിട്ട് പോലും. അതെല്ലാം ചരിത്ര പശ്ചാത്തലം. നീറ്റിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ബഹളങ്ങളുമായി നടന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ പോലീസ് പോയപ്പോൾ പാൻറ് വരെ നനഞ്ഞ അവസ്ഥയിൽ എടുത്തുകൊണ്ട് പോകേണ്ടി വന്ന, അല്ലെങ്കിൽ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയ രാഹുൽ ഗാന്ധിയുടെ ചരിത്രമൊന്ന് പരിശോധിക്കാം. രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് 10 വർഷങ്ങൾ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നപ്പോഴുള്ള UPA സർക്കാരിൻ്റെ ചരിത്രമൊന്ന് പരിശോധിക്കാം. ചില കണക്കുകൾ ഞാൻ പ്രേക്ഷകരോടൊന്ന് പറയാം. ആ സമയത്ത് പ്രധാനപ്പെട്ട 6 പേപ്പറുകൾ പ്രധാനപ്പെട്ട 6 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. ആ ചോദ്യപേപ്പറുകളുടെ ഒരു പട്ടിക ഞാനൊന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. 2004 CBSE ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. 2006 CBSE 12ാം ക്ലാസ്സിൻ്റെ അക്കൗണ്ടൻസി പേപ്പർ ചോർന്നു. 2007 ഓൾ ഇന്ത്യ എൻജിനീയറിംഗ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നു. 2008 പ്രീ മെഡിക്കൽ ടെസ്റ്റ്, അഖിലേന്ത്യാ തലത്തിലുള്ള പ്രീ മെഡിക്കൽ ടെസ്റ്റിൻ്റെ ചോദ്യപേപ്പർ ചോർന്നു. 2011 വീണ്ടും എൻജിനീയറിംഗ് എക്സാമിൻ്റെ പേപ്പർ UPയിൽ ഉത്തർപ്രദേശിൽ ചോർന്നു. 2012 എയിംസ് എൻജിനീയറിംഗ് എക്സാം, അതിൻ്റെ ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ഇപ്പോൾ ഞാൻ പങ്കുവച്ചത് 10 വർഷങ്ങൾ നീണ്ട UPA ഭരണകാലത്തെ കേവലം പ്രധാനപ്പെട്ട 6 ചോദ്യപേപ്പർ ചോർച്ചകളാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചൊന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം അന്നൊന്നും ഉണ്ടായിട്ടില്ല. സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. മൻമോഹൻ സിംഗോ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോ രാജിവെക്കണമെന്ന് ആരും പ്രക്ഷോഭത്തിന് ആവശ്യപ്പെട്ടിട്ടില്ല. പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊന്നും സർക്കാർ ഒരു കണക്കിലെടുത്തിട്ടുമില്ല. ഇതാണ് കാര്യങ്ങൾ നടന്നിരുന്നത്. നീറ്റ് പരീക്ഷയുടെ ഒരു പുനർക്രമീകരണം ഒരുപാട് പേരിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോച്ചിങ് മാഫിയകളിലും ഈ സംസ്ഥാന തലത്തിൽ ഈ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കും, വികേന്ദ്രീകൃതമായി പരീക്ഷകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ
അസ്വാഭാവികമായി അനധികൃതമായി അതിൻ്റെ ഗുണഭോക്താക്കളായിരുന്ന പലരിലും അത് ആ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അസ്വസ്ഥതയുടെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ നീറ്റ് പരീക്ഷയെ എങ്ങനെയെങ്കിലും തകർക്കുവാനായിട്ട് തമിഴ്നാട്ടിൽ കാലാകാലങ്ങളായി നടന്ന പ്രക്ഷോഭങ്ങൾ, ഇപ്പോൾ ഒരു അവസരം ലഭിച്ചപ്പോൾ ഇതിൻ്റെ പേരിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ. എന്തായാലും നീറ്റ് പരീക്ഷ എന്നുള്ളത് കഴിഞ്ഞു. രണ്ടാമത്തെ പരീക്ഷ നടത്തി. അത് വളരെ കൃത്യമായി തന്നെ നടത്തപ്പെട്ടു, കാര്യക്ഷമമായി നടത്തപ്പെട്ടു. 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അതിൽ ഭാഗഭാക്കാകുകയും ചെയ്തു. അത് സംബന്ധിച്ചൊരു വിശദമായിട്ടുള്ള വീഡിയോ ഇന്ന് ചെയ്യുന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിൽ അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രസക്തമാണ്. ഇത്തരത്തിൽ തെരുവിൽ സമരാഭാസം കാണിക്കുന്നവരുടെയല്ല. ഇപ്പോൾ വിഷയം രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പ്രക്ഷോഭകരായിട്ടുള്ള സഹയാത്രികരുമാണ്. അടിസ്ഥാനപരമായി ഒരു പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുൻപിൽ, അതീവ സുരക്ഷാ മേഖലയായ പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുമ്പിൽ ഒരു സമരാഭാസം പ്രദർശിപ്പിച്ച രാഹുൽ ഗാന്ധിയും കൂട്ടരും ഞാൻ നേരത്തെ പറഞ്ഞ 6 പ്രധാന പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചകളിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. സോണിയാഗാന്ധി ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. പകരം 2020 മറ്റോ രാജസ്ഥാനിൽ അത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ച നടന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ പോയി പ്രസംഗിച്ചത് ഞാനും ഗെലോട്ട് ജിയും, അന്നത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെലോട്ട്, ചോദ്യപേപ്പർ ചോർച്ചയെ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഞങ്ങളത് തടയാൻ ശ്രമിച്ചു, പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് വളരെ സ്വാഭാവികമായി, വളരെ സരളമായി, ഒരു കാഷ്വൽ എന്നൊക്കെ പറയില്ലേ, കാഷ്വലായിട്ട് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. വളരെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് പോവുകയാണ്. അവരുടെ ഭരണകാലത്ത് ചോരുന്ന ചോദ്യപേപ്പർ നല്ല ചോർച്ചയും, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ചോരുന്ന ചോദ്യപേപ്പർ മോശം ചോദ്യപേപ്പർ ചോർച്ചയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരട്ടത്താപ്പ്. പക്ഷേ വ്യത്യാസം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത്, UPA സർക്കാർ ഭാരതം ഭരിച്ചിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചകൾക്കെതിരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു നടപടികളും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് സഹായകരമായിട്ടുള്ള രീതിയിൽ പല നടപടികളും എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. 2 സർക്കാരുകൾ 2 തവണയാണല്ലോ മൻമോഹൻ സിംഗിനെ കളിപ്പാവ പ്രധാനമന്ത്രിയാക്കി ഇരുത്തി സൂപ്പർ പ്രധാനമന്ത്രിയായി വ്യാജഗാന്ധി കുടുംബത്തിലെ മഹാറാണി ഭരിച്ചത്. അപ്പോൾ ആ കോൺഗ്രസ് ഭരണകാലത്ത് നടന്നിരുന്ന അങ്ങനെയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് പരീക്ഷാ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പരീക്ഷാ നടത്തിപ്പിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ തവണയും അത്തരത്തിലുള്ള പാളിച്ചകൾ സംഭവിക്കുമ്പോൾ ആ പഴുതുകളെല്ലാം അടച്ച് അടുത്ത പരീക്ഷ കൃത്യമായും കാര്യക്ഷമതയോടുകൂടിയും നടത്തുവാനുള്ള ശ്രമങ്ങളും പദ്ധതികളും, കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള പദ്ധതി നടപ്പാക്കലുകളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ക്രമക്കേടുകളിൽ, ഇത്തരത്തിലുള്ള വീഴ്ചകളിൽ കുറ്റക്കാരായവരെ എല്ലാം തിരഞ്ഞു പിടിച്ച് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്, ഇപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വ്യത്യാസം. പക്ഷേ ഈ ഒരു ഇരട്ടത്താപ്പിനെ മറികടക്കാൻ കഴിവ് വേണം. കാരണം ആ കഴിവുണ്ടായിരുന്നെങ്കിൽ വ്യാജഗാന്ധി കുടുംബം അധികാരത്തിൽ നിന്ന് നിഷ്കാസിതരാവില്ലായിരുന്നു. യുവരാജാവ് പപ്പു എന്ന് വിമർശകർ വിളിക്കുന്ന രാഹുൽ ഗാന്ധി പണ്ടേ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടേനെ. പക്ഷേ കാലങ്ങളായി ഈ കുടുംബം ഭാരതത്തിന് ചെയ്യുന്ന ദ്രോഹത്തിൻ്റെ തിക്തഫലങ്ങൾ, കർമ്മഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ അമർഷം പൂട്ട, പ്രധാനമന്ത്രി പദം തൻ്റെ ജന്മാവകാശമാണ് എന്ന് വിശ്വസിക്കുന്ന, എന്നാൽ അതിനുള്ള കഴിവില്ലാത്ത, സുഖസൗകര്യങ്ങളിൽ അഭിരമിച്ച് നടക്കുവാനും പട്ടായയിൽ പോകുവാനും ഒക്കെ മാത്രം താല്പര്യമുള്ള സുഖലോലുപനായ 56 വയസ്സുള്ള ഒരു യുവാവിൻ്റെ ഉള്ളിലെ അമർഷവും അപകർഷതാബോധവും എല്ലാം തികട്ടി പുറത്തേക്ക് വരുന്നതാണ് ഇത്തരത്തിലുള്ള പ്രദർശനപരതയുടെ ഒരു കാരണം. മറ്റൊരു കാരണം ആ കുടുംബത്തിൽ ജനിതകമായി തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഇരട്ടത്താപ്പും രാജ്യവിരുദ്ധതയുമാണ്. രാജ്യവിരുദ്ധത, ഭാരതത്തിൻ്റെ സംസ്കാരത്തോടുള്ള ഒരു അവജ്ഞ, പുച്ഛം, വെറുപ്പ്, ഇതെല്ലാം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ ആ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യക്ഷമായി നാം കണ്ടിട്ടുള്ളത് അത്രയേ ഉള്ളൂ. അതിനു മുൻപ് മോട്ടിലാൽ നെഹ്റുവിൻ്റെ വാപ്പയോ ആർക്കെങ്കിലുമൊക്കെ ഇതുണ്ടായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്കൊരു രേഖയും ലഭ്യമല്ല. കാരണം കൃത്യമായിട്ട് അവരെ ഒരു മോശം പ്രതിച്ഛായയിൽ കാണിക്കുന്ന എന്ത് വില കൊടുത്തും അടിച്ചമർത്തുവാനും മൂടി വയ്ക്കുവാനും അവർ ശ്രമിക്കുമായിരുന്നു. നെഹ്റുവിൻ്റെ കത്തുകൾ വരെ പലതും സോണിയാഗാന്ധി എടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ട്, അവരുടെ സ്വന്തം സ്വത്ത് പോലെ. അത്തരത്തിലുള്ള പല ക്രിയകളും കർമ്മങ്ങളും ചെയ്ത് ഒടുവിൽ അതിൻ്റെ കർമ്മഫലങ്ങൾ തേടിയെത്തിയപ്പോൾ അമർഷം പൂണ്ട് നടക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ യുവരാജാവാണ്, 56 വയസ്സുകാരനായ യുവാവാണ് ഈ സമരാഭാസങ്ങളൊക്കെ കാണിച്ച് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് വീണ്ടും നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നത്, തെളിയിച്ചു നിർത്തുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി
നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.